ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. എന്ന് പറഞ്ഞാല് ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കേറി വന്നിരുന്നപ്പോ തൊട്ട് കാണാ കോണ മര്യാദക്ക് ആ സിനിമ കാണാൻ സമ്മതിക്കുന്നില്ല. എന്റെ പൊന്ന് കപ്പിൾസെ, നിങ്ങൾക്ക് സൊറ പറയണമെങ്കിൽ നിങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോവുക, അല്ലെങ്കിൽ തിയേറ്ററിൽ പൊക്കോളുക. ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കൊന്നും വന്നിരുന്ന് സിനിമ കാണാൻ വരുന്ന ആളുകളെ ദ്രോഹിക്കരുത്. ഒരു അപേക്ഷയാണിത്. ബറോസ്, ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമയെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാം. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബറോസിനെ. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. എന്ന് പറഞ്ഞാല് ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു 40 വർഷത്തിന് ശേഷമാണ് 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുന്നത് നേറ്റീവ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. അപ്പൊ അതിന്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിന്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം. അപ്പൊ അങ്ങനെ ഒരു മനസ്സോടുകൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പൊ അതായത് നമ്മള് മറ്റു കാണുന്ന സിനിമയുടെ പേസിലല്ല ഈ സിനിമ. അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉള്ള പാനുകള്, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, ഡിസോർഡർ ഉണ്ടാകാം. അതുകൊണ്ട് കാണികൾ വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്. അപ്പോ ലാലേട്ടൻ ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തോട് മാത്രം ലാലേട്ട ഞാൻ അങ്ങോട്ട് യോജിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, കാണികളുടെ മനസ്സറിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഈ സിനിമ ചെയ്തത് എന്ന് പറഞ്ഞതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് യോജിക്കാൻ പറ്റില്ല ലാലേട്ട. അത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മലയാളിയും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതല്ല ലാലേട്ട ഞങ്ങൾക്ക് ലാലേട്ടനിൽ നിന്ന് വേണ്ടിയിരുന്നത്. പക്ഷെ യു ഹാവ് ഡൺ സംതിങ് ഗ്രേറ്റ്. വർഷങ്ങൾക്ക് ശേഷം ഒരു 3D എക്സ്പീരിയൻസ്, ഒരു ഗംഭീര 3D എക്സ്പീരിയൻസ് ലാലേട്ടൻ മലയാളികൾക്ക് കൊടുത്തു. അതിൽ ഒരു സല്യൂട്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നത് ഒരുപാട് ടിൽറ്റും ഒരുപാട് കട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ഈ സിനിമയിൽ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടിത്തമുള്ള വലിയ ആളുകൾക്കും ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടും കുട്ടികളുമായിട്ട് പോകുമ്പോൾ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഏതാണ്ടൊക്കെ അതാടേ സത്യം. ഓക്കെ, ഞാൻ പിന്നെ ഈ പടത്തിനെ അങ്ങോട്ട് വച്ച് കീറാനൊന്നും പോകുന്നില്ല. നേരെ മറിച്ച് എനിക്ക് ഈ സിനിമ കൊണ്ടുണ്ടായ ഒരു ഗുണം അങ്ങോട്ട് പറയാം. വേറൊന്നുമല്ല, കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ പഴയ 2 സുഹൃത്തുക്കളെ ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ മീറ്റ് ചെയ്തു. ക്രിസ്മസ് ആയതുകൊണ്ട് അവരുമായിട്ടൊന്ന് കൂടി 2 ബിയർ അടിച്ചു. എനിക്കുണ്ടായ ഒരു ഗുണം അതാണ്. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല 3D എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മളിപ്പം മുവാന പോലുള്ള അണ്ടർ വാട്ടർ പരിപാടിയൊക്കെ കാണിക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ ഒരു മലയാളം ഒരു പടത്തിൽ നിന്ന് ലാലേട്ടനെ പോലുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റി. അതിൽ ഐ ആം സോ പ്രൗഡ്. അതല്ലാതെ വലിയ ആരും ഒന്നും പ്രതീക്ഷിച്ചു പോകരുത് കേട്ടോ. ഞാൻ ആരോടും ഈ സിനിമ കാണരുതെന്നൊന്നും ഞാൻ പറയില്ല. കുട്ടിത്തം ആ ഒരു മനസ്സുള്ള ആളുകൾ എല്ലാവരും നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒരു ഡെബ്യൂ പടം ഡയറക്ടോറിയൽ, അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വലിയ ഗംഭീര ഒരു ലാലിസം എന്ന് പറയുന്ന സാധനവും നിങ്ങൾ എക്സ്പെക്ട് ഒന്നും ചെയ്യാതെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതല്ലാതെ ഇഷ്ടപ്പെടാതെ, ഞാനിത് പറയാനുള്ളൊരു കാര്യം, പേഴ്സണലി ഞാൻ കണ്ടു കുറെ പേര്. ഞാൻ ഇന്ന് രാവിലെ 10:30 ഷോ ആണ് കണ്ടത്. രാവിലെ 10 ലേറ്റായി ഞാൻ റിവ്യൂ ഇടാൻ, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, 10:30 ഷോ ഞാൻ കണ്ടിട്ടും 10:30 ഷോ കണ്ടു. അതിനുശേഷം ഒരു 11:15 ആയപ്പോഴത്തേക്ക് തിയേറ്ററിൽ കറണ്ട് പോയി.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മാര് ബാക്കി കണ്ടിന്യൂറ്റി ഇട്ടത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ കുറെ ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഇന്റർവെൽ ടൈമിൽ എന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലും അതുപോലെ എന്റെ ബാക്കിലും ഒക്കെ ആയിട്ട് കുറച്ച് കപ്പിൾസിനോടാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കപ്പിൾസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇവരൊക്കെ എന്തായാലും ഇറങ്ങിപ്പോയത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, കേറി വന്നിരുന്നപ്പോ തൊട്ട് കാണാ കോണ മര്യാദയ്ക്ക് ആ സിനിമ കാണാൻ സമ്മതിക്കുന്നില്ല. എന്റെ പൊന്ന് കപ്പിൾസെ, നിങ്ങൾക്ക് സൊറ പറയണമെങ്കിൽ നിങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോവുക, അല്ലെങ്കിൽ തിയേറ്ററിൽ പൊക്കോളുക. ഈ ഫസ്റ്റ് ഷോയ്ക്കൊന്നും വന്നിരുന്ന് സിനിമ കാണാൻ വരുന്ന ആളുകളെ ദ്രോഹിക്കരുത്. ഒരു അപേക്ഷയാണിത്. അപേക്ഷയായിട്ട് തന്നെ എടുത്താൽ മതി നിങ്ങൾ. കാരണം സഹിക്കാൻ പറ്റുന്നില്ലടോ. എന്റെ ഒരു 3 പെൺകുട്ടികളാണ്. പടം തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 3 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4 ആമ്പിള്ളാരും വന്നു. ഇവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നു. അവരുടെ പേഴ്സണൽ ഇഷ്ടം. ഞാനൊരു എന്തൊരു അമ്മാവനാവാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഐ ഡോണ്ട് ലൈക്ക് പിള്ളേരെ ചില്ലിയട്ടെ, അതേ ഞാനും പറയുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ ശല്യം ചെയ്യരുത്. ഒരു പെൺകുട്ടി അതിനകത്ത് അവളെ പടം തുടങ്ങുമ്പോഴത്തെ വരെ അതിന്റെ വായിക്കാത്ത നാക്കുണ്ടോന്ന് നമുക്കറിയത്തില്ല, മിണ്ടാതൊരു മൂലക്കിരിക്കുന്നു. ഒരു പയ്യനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ കാണ ചിലപ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സീറ്റ് അപ്പുറം ഇരിക്കുന്നവർക്ക് വരെ കേൾക്കാം. അതുപോലെ കിടന്ന് എന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെ ശല്യം ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്നോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, നമുക്ക് അതിനകത്തൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ഷോയ്ക്ക് വന്ന് നാട്ടുകാരെ വെറുപ്പിക്കരുത്. നിങ്ങൾ മാത്രമല്ല, നമ്മളും കാശ് കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് പടം കാണാൻ പോകുന്നത്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള ആളുകളെ വെറുപ്പിക്കരുത്. നമ്മൾ കണ്ടോട്ടെ, നമ്മൾ ഏതെങ്കിലും മൂലക്കിരുന്ന് കണ്ടോട്ടെ. നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചോ, കിടന്ന് ഒച്ചയും ബഹളവും വെക്കാതിരിക്കുക. കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു കുറെ നേരമൊന്നും ഇവരുടെ ഈ കലവില കാരണം ഡയലോഗ്സ് ഒന്നും. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുകയാണ്. വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഇനി വേണ്ട, തന്തവ്യൂ പറഞ്ഞെന്ന് പറയും, ഓക്കെ വേണ്ട, എന്താന്ന് വെച്ചാൽ ആയിക്കോ. ശല്യം ചെയ്യാതിരിക്കും. പടം കാണാൻ പോകുന്നവരെ ശല്യം ചെയ്യാതിരിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കൂ. സീറ്റ് കിടന്ന എന്ത് തേങ്ങാന്ന് വെച്ചാൽ കാണിക്കും. ശല്യം ചെയ്യല്ലേ പടം കാണാൻ പോകുന്നവരെ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കമ്മിങ് ബാക്ക് ടു മൂവി, നിങ്ങൾക്ക് ലാലേട്ടന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ബറൂസ് കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോയി കാണുക. അത്രേ ഞാൻ പറയുള്ളൂ. കൂടുതലായിട്ട് എനിക്ക് മറ്റേ പറയാനൊന്നും ഇല്ലടേ. കാരണം കുക്ലിച്ച് ബ്ലിങ്കിച്ച് ശൃംഗിച്ച് ബ്ലിങ്കനായി പോയി ഞാൻ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക്. എനിക്ക് ആ ഒരു സാധനമൊക്കെ കിട്ടിയടേ. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊരുളൊന്നും മനസ്സിലായില്ലല്ലോ. എന്നാലും അവിടെ ഇരിക്കട്ടെ ആ സാധനം. ആ വാക്കുകൾ കൊള്ളാലോ, അടിപൊളിയല്ലേ? അപ്പൊ എന്താണെങ്കിലും അങ്ങനെയൊക്കെ ആയി പോയി. പക്ഷെ ലൈക്ക് ഒരു നല്ല 3D എക്സ്പീരിയൻസ്. ഐ ഹാഡ് എ ഗുഡ് 3D എക്സ്പീരിയൻസ്. ലാലേട്ടന്റെ ടെക്നിക്കൽ വൈസ് ലാലേട്ടൻ ഈസ് സോ ലൈക്ക് നമ്മളെക്കാട്ടിലും ഒക്കെ അപ്പുറം നിന്ന് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. സാധനങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് തരണം എന്നുള്ള ലൈക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പുള്ളിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, പുള്ളി മാക്സിമം ഔട്ട്പുട്ട് ടെക്നിക്കൽ വൈസ് ഒക്കെ ചെയ്ത് നമുക്ക് തന്നു. അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട സാധനമാണോ എന്ന് അത് ലാലേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് ലാലിസം ഒക്കെ പോട്ടെ, ലാലിസത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് പാട്ടുകൾ ഒരു പാട്ട് ഒന്നോ രണ്ടോ എത്ര പാട്ടുണ്ടായിരുന്നു? ഞാൻ ഒരു പാട്ട് വേണ്ട, പാട്ടിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഇസബല്ല ഒരു പൊന്നണ്ണാ, ലാലേട്ടന്റെ ഫാനായി പോയി. ഞാൻ ലാലേട്ടന്റെ ഫാനായി പോയി. അതുകൊണ്ട് മാത്രം വേണമെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ കയറിയിരുന്ന് കാണും. ലാലേട്ടന് വേണ്ടി മാത്രം ആ പടം. അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ നിർത്തുക. താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. കുട്ടികളെ കൊണ്ട് കാണിക്കുകയാണ്. കുട്ടികൾക്ക് അങ്ങനെ വലിയ ബോറൊന്നും അടിക്കാൻ. എന്നിട്ട് ഇന്റർവെല്ലിന് ഏതൊക്കെ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ട് ഇച്ചിരി മടുപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പോട്ടെ, കൊച്ചു പിള്ളേർ പോട്ടെ. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകൂടെ. കുറച്ച് അണ്ടർ വാട്ടർ മറ്റേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാധനം കുറച്ചു നേരം അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കൊള്ളാം, കാണുക പോയി. ഇത്രേ ഉള്ളൂ പറയാൻ.